ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ക്രിസ്മസ് സീരീസ് വീഡിയോസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്കല്ല, ഒരു സേവറി ഐറ്റമാണ്, ചിക്കൻ സ്റ്റഫ്ഡ് ബൺ. ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ വരുമല്ലേ ക്രിസ്മസിൻ്റെ. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ അല്ല, വേറെ ഏതെങ്കിലും സമയത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ നല്ല ഒരു ഐറ്റമാണ്. അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സ്പെഷ്യൽ അല്ലേ, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അവരുടെ ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി പോലെ ഒരു ഹൈറ്റി ആയിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഐറ്റമാണ്, നല്ല ഫീലിംഗും ആണ്. നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, ഇനിയിപ്പോൾ വൈകിട്ട് കഴിക്കാം, രാവിലെ കഴിക്കാം. അത് നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് അടുപ്പിൽ ഓവൻ സെറ്റപ്പിൽ അങ്ങനെ ആൾക്കാർ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒറ്റ റെസിപ്പിന്ന് നമുക്ക് 4 ഐറ്റം, 4+1 ഇനി ഒരു എക്സ്ട്രാ കൂടെ ഉണ്ട്, ഒരു 5 ഐറ്റത്തിനുള്ള റെസിപ്പിയാണിത്. എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഇത് ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണെന്ന് പറഞ്ഞല്ലോ, അത് ആസ് ഇറ്റ് ഈസ് ഈ റെസിപ്പി ഫോളോ ചെയ്ത് ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണായിട്ട് ഉണ്ടാക്കാം. പിന്നെ ബണ്ണില്ലാതെ ഇതിൻ്റെ ഫില്ലിങ്, ആ ചിക്കൻ സ്റ്റഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ചിക്കൻ പ്രിപ്പറേഷൻ, അത് അങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കറികളുടെ കൂടെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഡിഷാണത്. പിന്നെ ഇനിയിപ്പോൾ സ്റ്റഫിങ് ഇല്ലാതെ നമ്മൾക്കത് ബണ്ണായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ലോഫ് ഓഫ് ബ്രെഡായിട്ട് ഉണ്ടാക്കാം. അപ്പം തന്നെ ഇത് 4 ഐറ്റമായി. ഇനി ഒരു എക്സ്ട്രാ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇനി ബണ്ണും ബ്രെഡും ഒന്നും ഉണ്ടാക്കാൻ വയ്യെങ്കിൽ ഇപ്പോൾ കടയിൽ പഫ് പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചിട്ട് ഈ ഫില്ലിങ് വെച്ചിട്ട് പഫ്സായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ 4+1 5 റെസിപ്പീസ്, 5 ഐറ്റത്തിൻ്റെ റെസിപ്പിയാണിത്. എന്താണെങ്കിലും ഇനി ഞാൻ വാചകം അടിച്ച സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ബണ്ണിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മൈദ 2.5 കപ്പ്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് 1.25 ടേബിൾ സ്പൂൺ, ഇളം ചൂടുവെള്ളം 1/4 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 1/4 കപ്പ്, പാല് 1/2 കപ്പ് ഇളം ചൂടുള്ളത്, 2 മുട്ട, പിന്നെ ബട്ടർ 30 ഗ്രാം, പഞ്ചസാര 1/4 കപ്പും പിന്നെ ഒരു 2 ടീസ്പൂണും, ഉപ്പ് 1/2 ടീസ്പൂൺ, വെള്ള എള്ള ഒരു 1.5 ടീസ്പൂൺ. ഇനി ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ഇളം ചൂടുവെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു 10-15 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ, അതൊന്ന് നന്നായിട്ട് പൊങ്ങി വരണം. അതിനുശേഷം അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി വലിയൊരു ബോൾ എടുത്ത് അതിലേക്ക് ആ പാലും വെജിറ്റബിൾ ഓയിലും പഞ്ചസാരയും ബട്ടറും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ആ പഞ്ചസാര ഒന്ന് അലിയണം, അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ആ പഞ്ചസാര ഒന്ന് അലത്ത ശേഷം നമുക്ക് മൈദ കുറച്ച് ചേർക്കുക, ഒരു 1/2 കപ്പ് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഈസ്റ്റിൻ്റെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും, അതും ഇതിലേക്ക് ചേർത്ത് പിന്നെ 2 മുട്ടയിൽ 1 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മൈദ ചേർക്കുക. ഒരു 1/2 കപ്പ് 3/4 കപ്പ് ആ ഒരളവിൽ ചേർക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം മൈദ ചേർക്കാനായിട്ട്. ഓരോ പ്രാവശ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ മുഴുവൻ മൈദയും മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് പോർഷൻ ആകുമ്പോഴത്തേക്കും നല്ല ഈ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് കൊണ്ടോ മിക്സ് ചെയ്യാൻ പറ്റാത്ത അത്രയും കട്ടിയാകും. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നീഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കി അതിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഡോ എടുത്തിട്ട് നമുക്ക് നീഡ് ചെയ്തെടുക്കാം. അതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, അങ്ങനെ അത് നന്നായിട്ടൊരു സോഫ്റ്റായിട്ട് അത് നല്ലൊരു ഡോ ആയിട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നീഡിങ് നിർത്താം. ഒരു 6-7 മിനിറ്റ് നീഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഡോവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഗ്രീസ് ചെയ്ത ബോളിലേക്ക് എടുത്ത് വയ്ക്കാം. ഒരു കിച്ചൺ ടവൽ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ഒരു 2 അവറെങ്കിലും വേണ്ടി വരും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. ഡിപ്പെൻസ് ഓൺ ദ റൂം ടെമ്പറേച്ചർ.
ഡബിൾ സൈസ് ആകണം. അപ്പോഴേക്കും നമ്മൾക്ക് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മീഡിയം സൈസ് സവോള തിന്നായിട്ട് അരിഞ്ഞത് 3, പച്ചമുളക് 2-3 എരിവിനനുസരിച്ച്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടീസ്പൂണ്, കുരുമുളക് പൊടി 1.5 ടീസ്പൂണ്, ഗരം മസാല 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഓയിൽ 3-4 ടേബിൾ സ്പൂണ്, പിന്നെ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് 400 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമ്മളുടെ ഈ ബോൺലെസ് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ ഇറച്ചി ഉലർത്താൻ എടുക്കുന്നതിലും ചെറുതായിട്ട് അരിയണം. അങ്ങനെ അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് സവോള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞ് പൊടികളെല്ലാം ചേർക്കാം. പൊടികളെല്ലാം ചേർത്ത് അതും നന്നായിട്ടൊന്ന് മൂത്ത് കരിയാതെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് ഈ മസാലയുടെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഫില്ലിങ് റെഡിയാണ്. ആക്ച്വലി ഈ ചിക്കൻ പീസായിട്ട് മുറിക്കാതെ മിൻസ് ചെയ്തും എടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ചുമ്മാ പെറുക്കി തിന്നാൻ നല്ല രസമാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ബോണൊന്നുമില്ലല്ലോ, ബോൺലെസ് അല്ലേ. ഇതിനധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തോളും. ചെറിയ ചെറിയ പീസല്ലേ. പിന്നെ ഒട്ടും വെള്ളം ചേർക്കരുത്. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. അങ്ങനെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമ്മളുടെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം 180 ഡിഗ്രിയിൽ. ഇതാ നമ്മളുടെ ഫില്ലിങ്ങിലുള്ള ചിക്കൻ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇതിനി ഒന്ന് ആറിക്കഴിഞ്ഞ് വേണം നമുക്ക് ബാക്കി കാര്യം ചെയ്യാനായിട്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് നമ്മളുടെ മാവ് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുത്തു. എന്നാലും റെഡി ആയിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമ്മളുടെ മാവ് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പഞ്ച് ഡൗൺ ചെയ്തിട്ട് ഈ ബോളിൽ നിന്ന് എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ബണ്ണിന് ആവശ്യമായുള്ള വലുപ്പത്തിൽ ഈക്വലായിട്ട് എടുക്കാം. ഇനി ആദ്യം പ്രഷർ കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മൾക്കത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇത്രയും അളവിൽ നിന്ന് എനിക്കൊരു 10 ബണ്ണിനുള്ള ഇതാണ് കിട്ടുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത് വെച്ചിട്ട് അത് നമ്മൾ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ടിങ്ങനെ പരത്തിയെടുക്കുക. ഒരു പൂരിയുടെയൊക്കെ വലുപ്പത്തിൽ, ഏകദേശം ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഫില്ലിങ്ങിനുള്ള ചിക്കൻ വെച്ചിട്ട് അതിങ്ങനെ ഒട്ടും വിടവൊന്നും ഇല്ലാതെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് ഒരു ഹോളൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ചത് ഉരുട്ടിയെടുക്കുക. അങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ബണ്ണും തന്നെ ചിക്കനുള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം 2 മുട്ടയെന്നല്ല പറഞ്ഞു, അതിലൊരു മുട്ടയാണല്ലോ നമ്മൾ മാവ് ചേർത്തത്. ഇനി ഒരു മുട്ട നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് എഗ് വാഷ് ചെയ്യുക. എഗ് വാഷിന് പകരം ബട്ടർ വേണേലും തേക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വെള്ള എള്ള വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ തൂവി കൊടുക്കുക. അതൊരു ഓപ്ഷണലാണ്, അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രി 20-25 മിനിറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് അവൻ, എന്നിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഓവൻ സെറ്റപ്പ് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് എണ്ണയോ എന്തെങ്കിലും തടവിയിട്ട് നമുക്ക് ബണ്ണ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ മേലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ ആ ബണ്ണിൻ്റെയൊക്കെ ഒരു കളറുണ്ടല്ലോ ഇങ്ങനെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബണ്ണ് റെഡിയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഔട്ട്രോയും പറയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ വേറെ സെറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് ബൺ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അവൻ ഇല്ലെന്ന് വച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. അടുപ്പിൽ വെച്ചിട്ട് അവൻ സെറ്റപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ വന്നെന്നൊന്ന് കമൻറ്റും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.